2 കൊല്ലം മുമ്പ് വൈദ്യുതാഘാതമേറ്റ് തലയിലേക്കുള്ള രക്തയോട്ടം നിലച്ചതിനാൽ മരണം മുന്നിൽ കണ്ട് കഴിയുകയാണ് പാലക്കാട് കല്ലേക്കാട് സ്വദേശി 37-കാരിയായ ലത. 16 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ അടുത്ത മാസം ആദ്യം നടത്തണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പാലക്കാട് MLA ഷാഫി പറമ്പിലിന്റെ ഇടപെടലിലൂടെ 11 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. ബാക്കി തുക എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് ഈ കുടുംബം ഇപ്പോൾ. വീടിന് മുറ്റത്ത് നിന്ന് ചെടി നനയ്ക്കുമ്പോൾ എർത്ത് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ലതയുടെ ഒരു ഭാഗം തളരുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച കുടുംബത്തിന് മറ്റു വഴികളില്ലാതെ ഇരിക്കുമ്പോഴാണ് തലയിലെ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടമില്ലെന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ അസുഖം വന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർക്ക്. കണ്ണിലല്ല, ആ കൂടി നമുക്ക് വേണ്ടത് കാഴ്ചയിൽ കണ്ണിലാണല്ലോ. ഇപ്പോൾ കണ്ണും കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. തലവേദനയാണ് മെയിൻ വേദന, കാഴ്ചയും കണ്ണിലേക്കുള്ള കാഴ്ചയും വേദനയാണ് ഇപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റും. ഓരോ ദിവസം കഴിയുന്നതോറും അവൻ്റെ വളരെ മോശമാണ്. ഇപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം. 10 ദിവസത്തിനകം ശസ്ത്രക്രിയ വേണം. എന്നാൽ മാത്രമേ ലതയുടെ ജീവൻ നിലനിർത്താനാകൂ. കാഴ്ചശക്തി പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഈ 37-കാരിക്ക്. എനിക്ക് ഭർത്താവില്ല, കൂടെ 2 മക്കളാണ്. മോന് മാത്രമാണ് പണിക്ക് പോണത്. അപ്പം ഞാൻ അടിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് സുഖമില്ലാണ്ടായിപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. തല ഫുള്ളും വേദനയാണ്. പിന്നെ കണ്ണിൻ്റെ പ്രശ്നം, കാഴ്ച കാണാൻ പറ്റുന്നില്ല, പുറത്തുമല്ല ഡബിളായിട്ടും കാണുന്നത്. അപ്പം പിന്നെ ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. പാലക്കാട് MLA ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ വഴി സ്വകാര്യ ട്രസ്റ്റ് 11 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി നൽകിയിട്ടുണ്ട്. പക്ഷേ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ ബാക്കി 5 ലക്ഷം രൂപ കൂടി കിട്ടണം. കാഴ്ചശക്തി വീണ്ടെടുക്കാൻ മാത്രമല്ല, ജീവൻ നിലനിർത്താൻ തന്നെ ലതയ്ക്ക് ഈ ശസ്ത്രക്രിയ നടത്തിയേ മതിയാകൂ. അതിന് സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേജിൽ പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ള സുമനസുകൾ സഹായിക്കുക, അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.